മഞ്ജുഷ മേഡം അത് പൂർണ്ണമാക്കാൻ അവരെ വീട്ടുകാർ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചില വ്യക്തികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൽഹി അറിയില്ല എന്നൊക്കെ. ഞാൻ സ്ഥിരമായിട്ട് ഒരു വർഷങ്ങളായിട്ട് പോകുന്നതാണ് സുപ്രീം കോടതിയിൽ. അതുകൊണ്ട് ഇത് പ്രേക്ഷകർ എല്ലാവരും ഒരുപോലെ തെറ്റിദ്ധരിക്കാൻ ഒരു സാഹചര്യം ഈ വാർത്തയായിട്ട് ഉണ്ടാവരുത്. ചില രഹസ്യ സ്വഭാവങ്ങൾ ഇതിലുണ്ട്. അതുകൊണ്ട് കേസ് നമ്പർ എന്ന് വേണമെങ്കിൽ വെളിപ്പെടുത്താം എന്നതല്ലാണ്ട് മറ്റൊന്നും ഇതിലേക്ക് പറയാൻ ആവശ്യം എനിക്ക് തോന്നുന്നില്ല. നമസ്കാരം. കേരളത്തിൽ പ്രകമ്പനം സൃഷ്ടിച്ച, കേരളത്തിൻ്റെ മനസാക്ഷിയെ ഞെട്ടിച്ച കേസായിരുന്നു മുൻ കണ്ണൂർ ADM നവീൻ ബാബുവിൻ്റേത്. നവീൻ ബാബു കൊല്ലപ്പെട്ടതാണെന്നും നവീൻ ബാബുവിനെ കൊല ചെയ്തതാണെന്നും അല്ല നവീൻ ബാബു ആത്മഹത്യ ചെയ്തതാണെന്നും പലതരത്തിലുള്ള അഭ്യൂഹങ്ങൾ കേരളത്തിൽ പരക്കുമ്പോൾ നവീൻ ബാബുവിനെ കൊല ചെയ്തത് തന്നെയാണ്, അദ്ദേഹത്തിൻ്റേത് കൊലപാതകമാണ് എന്ന ഞെട്ടിക്കുന്ന വസ്തുത ഒരുപക്ഷെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തോട് ആദ്യം വിളിച്ചു പറഞ്ഞത് കണ്ണൂരിലെ പൊതുപ്രവർത്തകയായ പൗരപ്രമുഖയായ വീണാമണി തന്നെയായിരുന്നു. നമസ്കാരം വീണാമണി മാഡം. ഇന്നലെ ഈ വിഷയത്തിൽ വീണാമണി മാഡം ക്രൈം ഓൺലൈന് വിശദമായൊരു അഭിമുഖം തന്നെ തരികയുണ്ടായി. എന്നാൽ ഈ അഭിമുഖം ബഹുമാനപ്പെട്ട പ്രേക്ഷകരിൽ പലർക്കെങ്കിലും ചില തെറ്റിദ്ധാരണകൾ ഉളവാക്കുന്നതായിരുന്നു എന്ന് ഞങ്ങൾക്ക് കമൻറ്റ് ബോക്സ് പരിശോധിച്ചപ്പോൾ മനസ്സിലായി. വീണാമണി മാഡത്തിനെ സംസാരിക്കുവാൻ അവതാരകനായ ഞാൻ അനുവദിക്കുന്നുണ്ടായിരുന്നില്ല. വീണാമണി മാഡത്തെ തടസ്സപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരുന്നു അവതാരകൻ്റെ അവതരണം മുഴുവനും. CPM-ന് വേണ്ടിയോ അഥവാ നവീൻ ബാബുവിൻ്റെ കൊലപാതകികൾക്ക് വേണ്ടിയോ ഒക്കെയാണ് അവതാരകൻ സംസാരിക്കുന്നത്, ഇടപെടുന്നത് എന്ന തരത്തിലുള്ള ധാരാളം കമൻറ്റുകൾ വരുന്നുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ട പ്രേക്ഷകരുടെ അത്തരത്തിലുള്ള എല്ലാ കമൻറ്റുകളും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു, വിലമതിക്കുന്നു. എന്നാൽ ഒരു കാര്യം എടുത്തു പറയട്ടെ, വീണാമണി മാഡം ഉന്നയിച്ച കാര്യങ്ങൾ അത്രയും യാതൊരു വിധത്തിലുള്ള എഡിറ്റിങ്ങും കൂടാതെ തന്നെയാണ് ഞങ്ങൾ പ്രേക്ഷകരെ കാണിച്ചത്. അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാ കാര്യങ്ങളും പറയാൻ സമയം അനുവദിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോഴും ഞങ്ങൾ എടുത്തു പറയുന്നൊരു കാര്യം, നവീൻ ബാബുവിൻ്റെ മരണത്തിൽ ഏറ്റവും കൂടുതൽ നിർണായകമായ ഒരു വസ്തുത, അദ്ദേഹത്തിൻ്റെ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിന് മുമ്പ് പത്തനംതിട്ടയിൽ മലയാലപ്പുഴയിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിലെത്തി കുടുംബത്തിൻ്റെ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഏറ്റവും കൂടുതൽ ആർജവവും ധൈര്യവും കാണിച്ച ഒരു വനിത തന്നെയാണ് വീണാമണി മാഡം. അക്കാര്യത്തിൽ അദ്ദേഹത്തോട് വീണ്ടും ഒരു കൂപ്പുകൈ. നമസ്തേ സർ. നമസ്തേ. അത്രത്തോളം ധൈര്യസമേതം ഒരു കാര്യം പൊതുസമൂഹത്തോടും അവരുടെ കുടുംബത്തോടും വിളിച്ചു പറയുവാനും ഉചിതമായ സമയത്ത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തി വീണ്ടും ആ മൃതശരീരം പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടതാണ് എന്നുള്ള അതീവ നിർണായകമായ ഒരു വിവരമാണ് വീണാമണി നവീൻ ബാബുവിൻ്റെ സഹോദരനായ അഡ്വക്കേറ്റ് പ്രവീൺ ബാബുവിനെ ധരിപ്പിച്ചത്. ഇതിന് കാരണം CPM-നെ കുറിച്ച് കൃത്യമായി അറിയാവുന്നതും കണ്ണൂരിൽ CPM എന്താണ് ചെയ്യുന്നത് എന്ന് കൃത്യമായി തനിക്ക് ധാരണയുള്ളത് കൊണ്ട് തന്നെയാണ് ഇത്തരം ഒരു കാര്യത്തിന് താൻ മുന്നിട്ടിറങ്ങിയത്. തൻ്റെ ജീവന് പോലും ഭീഷണി ഉണ്ടായിട്ട് പോലും ഇത്തരം കാര്യങ്ങൾ തുറന്നു പറഞ്ഞത് എന്ന് വീണാമണി അന്ന് പത്തനംതിട്ടയിലെത്തി, മലയാലപ്പുഴയിലെത്തി നവീൻ ബാബുവിൻ്റെ കുടുംബത്തോട് പറയുമ്പോൾ തൻ്റെ ജീവൻ അത് ഭീഷണി ഉണ്ടാക്കും, തൻ്റെ കുടുംബത്തിനത് ഭീഷണിയാവും എന്നവർക്ക് കൃത്യമായി അറിയാമായിരുന്നു. ഇക്കാര്യം പൊതുസമൂഹത്തോടും നവീൻ ബാബുവിൻ്റെ കുടുംബത്തോടും പറയുമ്പോൾ ഒരു കാര്യം അതിൽ അന്തർലീനമായിരുന്നു. അന്ന് വീണാമണി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് നവീൻ ബാബുവിൻ്റെ മരണത്തിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് മഞ്ജുഷ മാഡം കോടതിയിൽ സമർപ്പിച്ച ഹർജിയിൽ നവീൻ ബാബുവിൻ്റെ കുടുംബത്തിന് വേണ്ടി ഹാജരായ ആദ്യത്തെ അഭിഭാഷകനായ ജോൺ റാൾഫ് മുതൽ ഇന്നിപ്പോൾ നവീൻ ബാബുവിൻ്റെ ഭാര്യയുടെ ഈ കേസ് ഹൈക്കോടതിയിൽ വാദിച്ച അവസാനത്തെ അഭിഭാഷകനായ രാമൻ പിള്ള വക്കീൽ വരെ എടുത്തു പറഞ്ഞത്. വീണാമണി മാഡം, ഈ കാര്യത്തിൽ വീണ്ടും അങ്ങയുടെ ഒരു ക്ലാരിഫിക്കേഷൻ ആവശ്യമാണ്. ക്ലാരിഫിക്കേഷൻ നമുക്ക് കൃത്യമായി അത് മനസ്സിലായ കാര്യം തന്നെയാണ്. നവീൻ ബാബുവിൻ്റെ മൃതദേഹത്തിൽ ഉണ്ടായ പാടുകൾ, നവീൻ ബാബുവിൻ്റെ മൃതദേഹം വീണ്ടും പോസ്റ്റ്മോർട്ടം ചെയ്യണം. കാരണം ഈ മൃതദേഹം സ്കൾ ഓപ്പൺ ചെയ്ത്, അതായത് തലയോട്ടി തുറന്ന് പരിശോധിച്ചിട്ടില്ല, ആന്തരിക അവയവങ്ങൾ ടോക്സോളജിക്കൽ ലാബിലേക്ക് അയക്കണം എന്നുള്ള കാര്യങ്ങളെല്ലാം താങ്കൾ കൃത്യമായി പറയുകയുണ്ടായി. അപ്പോൾ ആ കാര്യം പൊതുസമൂഹത്തോട് അന്ന് പറഞ്ഞതും നവീൻ ബാബുവിൻ്റെ കുടുംബത്തിലെത്തി പറഞ്ഞതും താങ്കൾ തന്നെയാണ്. അതിനുള്ള ധൈര്യം കാണിച്ചതും താങ്കൾ തന്നെയാണ്. അതിനൊന്നും ആർക്കും യാതൊരു തർക്കവും ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ താങ്കൾ അന്ന് പറഞ്ഞ നിർണായകമായ വിവരങ്ങൾ തന്നെയാണ് ജോൺ റാൾഫിൻ്റെ ഏതാണ്ട് 128 പേജുള്ള ആർഗ്യുമെൻറ്റ് നോട്ട്സിലും അത് തന്നെയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അവസാനം രാമൻപിള്ളയുടെ ഹർജിയിലും ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ മരണം ദുരൂഹമാണ്, കൊലപാതകമാണ് എന്ന് സംശയിക്കുന്നത്. CBI അന്വേഷണം ആവശ്യപ്പെടുന്നതിൻ്റെ കാര്യം അതുതന്നെയാണ്, അടിസ്ഥാനം.
അത് എന്നും നിർണായകമായൊരു വിവരം തന്നെയായിരിക്കും. ഇനിയിപ്പോൾ ഈ കേസ് സുപ്രീം കോടതിയിലേക്ക് നവീൻ ബാബുവിൻ്റെ കുടുംബം ഈ കേസിന് CBI അന്വേഷണം ഹൈക്കോടതി അനുവദിച്ചില്ലെങ്കിൽ പോലും സുപ്രീം കോടതിയിൽ പോകുമ്പോൾ എടുത്തുയർത്തി കാണിക്കുന്ന കാര്യവും അതുതന്നെയാണ്. എന്നാൽ ഇവിടെ താങ്കളെ ഞാൻ തടസ്സപ്പെടുത്തി എന്ന് ഇന്നലെ നമ്മുടെ അഭിമുഖം കണ്ട ബഹുമാനപ്പെട്ട പല പ്രേക്ഷകർക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടായി. പ്രേക്ഷകരുടെ സംശയം നമ്മൾ ഒരു കാരണവശാലും തള്ളിക്കളയുന്നില്ല. ഈ പ്രേക്ഷകരാണ് നമ്മളുടെ ശക്തി. പ്രേക്ഷകർക്ക് വേണ്ടിയാണ്, ജനസാമാന്യത്തിന് വേണ്ടിയാണ് നമ്മൾ ഇത്തരം വാർത്തകൾ സംപ്രേഷണം ചെയ്യുന്നത്. ജനങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തിക്കാൻ വേണ്ടി തന്നെയാണ്. അപ്പോൾ ജനത്തിന്, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് ഉണ്ടായിട്ടുള്ള ആ ന്യായമായ സംശയങ്ങളെല്ലാം നമ്മൾ വിലമതിക്കുന്നു. അപ്പോൾ ഇപ്പോൾ താങ്കൾക്ക് തന്നെ പറയാവുന്ന ഒരു കാര്യമാണ്, ഇന്നലെ ഒരു തരത്തിലും ഞാൻ താങ്കളെ തടസ്സപ്പെടുത്തിയിട്ടില്ല എന്നുള്ളത്. അത് ബഹുമാനപ്പെട്ട പ്രേക്ഷകർ അത് മനസ്സിലാക്കട്ടെ. ഇവിടെ ഇപ്പോഴും നമ്മൾ പറയുന്ന ഒരു കാര്യം, നവീൻ ബാബുവിൻ്റെ മരണത്തിൽ നിർണായകമായ തെളിവുകൾ പറഞ്ഞത് അല്ലെങ്കിൽ വെളിപ്പെടുത്തൽ നടത്തിയ വീണാമണിയാണ് എന്ന് പറയുന്നതോടൊപ്പം തന്നെ ഈ കേസിൽ ജനങ്ങൾ ആഗ്രഹിക്കുന്നതും കൃത്യമായ ഒരു അന്വേഷണം നടക്കണം, ഇതിന് പുറകിലുള്ള ദുരൂഹതകൾ പുറത്തു വരണം എന്ന് തന്നെയാണ് ഞാനും താങ്കളും കേരളത്തിൻ്റെ പൊതുസമൂഹം എല്ലാം ആഗ്രഹിക്കുന്നത്. അത് തന്നെയാണ്. പക്ഷേ നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യങ്ങളിലുള്ള സംശയം ജനങ്ങൾക്ക് തോന്നാൻ കാരണം കോടതി നടപടികളുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. താങ്കൾ സുപ്രീം കോടതിയിൽ പോയി എന്ന് പറയുന്നു, ഞാനത് നിഷേധിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് നമ്മുടെ നിയമ സംവിധാനങ്ങൾ, വ്യവസ്ഥാപിതമായ നിയമ സംവിധാനങ്ങളുടെ ഒരു പ്രത്യേകത അനുസരിച്ചിട്ട് നമുക്ക് ധാരാളം കീഴ്ക്കോടതികളുണ്ട്, ഹൈക്കോടതിയുണ്ട്. ഈ കീഴ്ക്കോടതിയിലും ഹൈക്കോടതിയിലും നമുക്ക് നീതി കിട്ടുന്നില്ല എന്നുള്ളൊരു ഘട്ടത്തിലേക്കാണ് സാധാരണ ഇത്തരം കേസുകൾ, ക്രിമിനലാവട്ടെ സിവിലാവട്ടെ, ഇത്തരം കേസുകൾ സുപ്രീം കോടതിയിലേക്ക് ചെല്ലുന്നത്. അതാണ് നമ്മുടെ കോടതികളുടെ കീഴ്വഴക്കം, അതാണ് കേസിൻ്റെ വ്യവസ്ഥാപിതമായ രീതികളും അതാണ്. നവീൻ ബാബുവിൻ്റെ കേസും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ അവർ കുടുംബം കൊടുത്തിരിക്കുന്ന കേസ് ആദ്യം സെഷൻസ് കോടതിയിൽ പോകാതെ അവർ നേരെ ഹൈക്കോടതിയിലേക്ക് പോയി. ഹൈക്കോടതിയിൽ ചെന്നിട്ട് സിംഗിൾ ബെഞ്ചിൽ പോയി. സിംഗിൾ ബെഞ്ചിൽ നീതി കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി. ഇനിയിപ്പോൾ ഡിവിഷൻ ബെഞ്ചിൽ നീതി കിട്ടുന്നില്ലെങ്കിൽ തീർച്ചയായും അവർ സുപ്രീം കോടതി പോകും. അതാണ് അതിൻ്റെ വ്യവസ്ഥാപിതമായ രീതി. ഇനി അല്ല, സുപ്രീം കോടതിയിൽ നമുക്ക് നേരിട്ട് പോകണം എന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ രാജ്യദ്രോഹപരമായ കേസുകൾ, രാജ്യത്ത് അതീവ സുരക്ഷാ ചുമതലയുള്ള ഇടങ്ങളിലുള്ള കടന്നുകയറ്റങ്ങൾ, രാജ്യത്തിൻ്റെ സുരക്ഷയെ ബാധിക്കുന്ന കേസ്, ഇത്തരം കാര്യങ്ങൾക്കാണ് നമ്മൾ അത്തരം കേസുകളുമായി ബന്ധപ്പെട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധിക്കും എന്നൊരു ക്ലോസ് ഉണ്ട്. താങ്കൾ നിയമം പഠിച്ച ആളാണല്ലോ. അപ്പോൾ അങ്ങനെയിരിക്കെ ഇപ്പോൾ ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൽ വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന കേസിൽ വീണാമണി സുപ്രീം കോടതിയെ സമീപിച്ചു എന്ന് പറഞ്ഞപ്പോഴാണ് ഈ കേസിൽ ഒരു അവതാരകൻ അല്ലെങ്കിൽ ഈ വിഷയത്തിലെ അവതാരകൻ എന്ന രീതിയിൽ ഞാൻ ചോദിച്ചത്, അതെങ്ങനെയാണ് കേസിൻ്റെ നാൾവഴികൾ അങ്ങനെ വ്യവസ്ഥാപിതമായ രീതിയിൽ അത് സാധ്യമാകുമോ എന്നുള്ളതാണ് ചോദിച്ചത്. ഒരു കാരണവശാലും താങ്കൾ പോയിട്ടില്ല, താങ്കൾക്ക് അതിനുള്ള അർഹതയില്ല എന്നൊന്നും സംസാരിച്ചിട്ടില്ല. അപ്പോൾ ഇനി ഈ വിഷയത്തിൽ താങ്കൾക്ക് വ്യക്തമാക്കാവുന്ന കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അതിന് രഹസ്യ സ്വഭാവം ഉണ്ടെങ്കിൽ അത് പറയണമെന്നില്ല. താങ്കളെ ബാധിക്കുന്ന, താങ്കളുടെ സുരക്ഷയെ ബാധിക്കുന്ന കാര്യങ്ങളാണെങ്കിൽ താങ്കൾ അതിൻ്റെ രഹസ്യ സ്വഭാവം വ്യക്തമാക്കേണ്ട. പക്ഷേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ ഇത്തരത്തിൽ തന്നെയായിരുന്നു ഇന്നലെയും പറഞ്ഞത്. അപ്പോൾ താങ്കൾക്ക് അതിന് സുപ്രീം കോടതിയിൽ പോകാൻ സാധിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അപ്പോൾ കേസിൻ്റെ നാൾ വഴികൾ നമ്മളുടെ ഇന്ത്യയിലെ വ്യവസ്ഥാപിതമായ നിയമരീതികൾ അനുസരിച്ചിട്ട് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ശൈലി എന്നാണ് ഞാൻ പറഞ്ഞത്. താങ്കളെ ഞാൻ ഇകഴ്ത്തി കാണിക്കുകയോ താങ്കൾ ചെയ്തത് ശരിയല്ല എന്ന് പറയുകയോ താങ്കൾക്ക് അതിന് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ കേസിൽ ഇപ്പോഴും നമ്മൾ പറയുന്നു, വീണാമണി നടത്തിയ വലിയൊരു മുന്നേറ്റം തന്നെയാണ്, വലിയൊരു ധൈര്യമാണ് കാണിച്ചത്. ആ നിർണായകമായ വെളിപ്പെടുത്തൽ തന്നെയാണ് ഇപ്പോൾ കേരളം വിശ്വസിക്കുന്നതും നവീൻ ബാബുവിൻ്റെ കുടുംബം കോടതിയിൽ ഉയർത്തി കാണിച്ചിരിക്കുന്നത് അത് തന്നെയാണ്. താങ്കൾക്ക് ഈ വിഷയത്തിൽ മറ്റെന്തെങ്കിലും, ഞാൻ ഏതെങ്കിലും തരത്തിൽ താങ്കളെ തടസ്സപ്പെടുത്തിയെന്ന് തോന്നുന്നുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് നമ്മുടെ പ്രേക്ഷകരോട് പങ്കുവയ്ക്കാം. നമസ്തേ ബഹുമാനപ്പെട്ട പ്രേക്ഷകരെ, ക്ഷമിക്കണം. ഇവിടുന്ന് ചാനലിൻ്റെ റിപ്പോർട്ടർമാർ ആരും എന്നെ തടസ്സപ്പെടുത്തിയിട്ടില്ല. അവരെന്നെ വിളിച്ച് ചോദിക്കുന്ന സമയത്ത്, അഭിമുഖം നടത്തുന്ന സമയത്ത്, പ്രഭാകർ സാറ് വന്ന സമയത്തുണ്ടായ ഒരു ഇൻ്റർവ്യൂവിൽ അവർക്ക് കുറച്ച് പ്രാധാന്യം കൊടുത്തു. അവർ പ്രായമായതുകൊണ്ട് മാത്രം, അല്ലാണ്ട് മറ്റൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണം, സാറിനെ തെറ്റിദ്ധരിക്കേണ്ട. ഇവിടെ ഇവരെല്ലാവരും ഹാർഡ് വർക്ക് ചെയ്യുന്നത്. നവീൻ ബാബു സാറിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് ഏതറ്റം വരെയും ഞാൻ പോകുമെന്ന് പറഞ്ഞപ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. രഹസ്യ സ്വഭാവം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇവിടെ സിംഗിൾ ബെഞ്ചിൽ നടത്തിയ കേസിൻ്റെ ഇതിൽ നവീൻ ബാബു സാറിൻ്റെ കുടുംബത്തിൽ മഞ്ജുഷ മേഡത്തിനെ സഹായിക്കാൻ വീട്ടിൽ തന്നെ നമ്മുടെ അഡ്വക്കേറ്റ് അനിയൻ ഉണ്ടായിട്ടും അവർ സഹായിക്കില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുള്ളത് കൊണ്ടാണ് ഞാനത് പിന്നീട് ഡിവിഷൻ ബെഞ്ചിൽ പോയിട്ട് കാര്യമില്ല എന്ന് എനിക്കറിയാം. കാരണം എന്ന് വെച്ചാൽ ഇവിടുത്തെ രാഷ്ട്രീയം, അതുകൊണ്ടാണ് ഞാൻ നേരെ എൻ്റേതായ രീതിയിൽ
ഇവിടെ ഞാൻ വെളിപ്പെടുത്തിയ രഹസ്യങ്ങൾ മറ്റൊരു ചാനൽ, അതായത് മലയാളം ഇൻസൈഡ് എന്ന വാർത്താ ചാനലിലൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. മഞ്ജുഷ മേഡം അത് പൂർണ്ണമാക്കാൻ അവരെ വീട്ടുകാർ സമ്മതിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഒരു സംഭവം ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ തീർച്ചയായിട്ടും പിന്നെ ഇവിടെ പറഞ്ഞത് സാറിന് ഇപ്പം ഈ ഫയൽ ചെയ്യുമെന്ന് പറഞ്ഞാൽ നമ്മളിവിടെ ഇരുന്നിട്ട് ഒരു ഡ്രാഫ്റ്റ് തയ്യാറാക്കാം, ഈ ഫയൽ നമുക്ക് സുപ്രീം കോടതി കൊടുക്കാം. അത് ഏത് കോടതിയിലും ഇന്ന് പണ്ടത്തെ പോലെയല്ല. ഈ ഫയൽ ചെയ്യുമ്പോൾ നമ്മളൊരു ഡ്രാഫ്റ്റ് തയ്യാറാക്കി ഈ ഫയൽ ചെയ്തതിന് ശേഷമാണ് നമ്മൾ ജഡ്ജിനെ കാണേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് സുപ്രീം കോടതി എന്ന് പറഞ്ഞാൽ നമ്മളിവിടുന്ന് എറണാകുളത്ത് നിന്ന് ഒരു ട്രെയിൻ കയറിയാൽ 2.5 ദിവസം കൊണ്ട് ഡൽഹിയിലെത്താൻ, നിസാമുദ്ദീനെത്താൻ. അവിടുന്ന് ലേഡീസിനൊന്നും അവിടെ ബസ്സിനൊന്നും പൈസ വേണ്ട. അതുകൊണ്ട് ചില വ്യക്തികൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡൽഹി അറിയില്ല എന്നൊക്കെ. ഞാൻ സ്ഥിരമായിട്ട് ഒരു വർഷങ്ങളായിട്ട് പോകുന്നതാണ് സുപ്രീം കോടതിയിൽ. അതുകൊണ്ട് ഇത് പ്രേക്ഷകർ എല്ലാവരും ഒരുപോലെ തെറ്റിദ്ധരിക്കാൻ ഒരു സാഹചര്യം ഈ വാർത്തയായിട്ട് ഉണ്ടാവരുത്. ചില രഹസ്യ സ്വഭാവങ്ങൾ ഇതിലുണ്ട്. അതുകൊണ്ട് കേസ് നമ്പർ എന്ന് വേണമെങ്കിൽ വെളിപ്പെടുത്തുക എന്നതല്ലാണ്ട് മറ്റൊന്നും ഇതിലേക്ക് പറയാൻ ആവശ്യം എനിക്ക് തോന്നുന്നില്ല. അല്ല, അത് വേണ്ട. ഇപ്പോൾ താങ്കളുടെ സുരക്ഷിതത്വ ബോധത്തിനെ ബാധിക്കുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ കേസിനെ ബാധിക്കുന്ന കാര്യം എന്ന് തോന്നുന്ന കാര്യങ്ങളൊന്നും വെളിപ്പെടുത്തണ്ട. പക്ഷേ ഇതിൽ ഇപ്പോൾ നമ്മൾക്ക് ഇന്നലെ നമ്മുടെ ഈ അഭിമുഖം കേട്ട ആളുകൾക്ക്, നമ്മുടെ ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് തോന്നിയ ഒരു സംശയം, താങ്കൾക്ക് സുപ്രീം കോടതിയിൽ പോകാൻ ഈ കാര്യത്തിൽ സാധ്യതയില്ല അല്ലെങ്കിൽ വ്യവസ്ഥാപിതമായ രീതി അനുസരിച്ച് താങ്കൾ പോയിട്ടുണ്ടാവില്ല എന്നൊക്കെ ഒരു സംശയം ഞാൻ എൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. ഞാനത് തടസ്സപ്പെടുത്തിയെന്നൊക്കെയാണ് ജനത്തിന് അങ്ങനെ തോന്നിയത്. അപ്പോൾ അതല്ല, താങ്കൾക്ക് സുപ്രീം കോടതിയിൽ പോകാം. പക്ഷേ സാധാരണഗതിയിൽ നമ്മൾ സുപ്രീം കോടതിയിലേക്ക് ചെല്ലുന്ന കേസിൻ്റെ ഒരു മെറിറ്റ് ഇന്നതാണ്, ഈ രീതിയിലാണ്. കാരണം എനിക്ക് ഒരു വലിയൊരു കേസുണ്ട്, അത് ക്രിമിനലാവട്ടെ സിവിലാവട്ടെ, ഈ കേസുകൾ നമ്മൾ ആദ്യം ഈ സൂട്ടെല്ലാം ഫയൽ ചെയ്യേണ്ടത്, ഹർജി ബോധിപ്പിക്കേണ്ടത് കീഴ്ക്കോടതി മുതൽ തന്നെയാണ്. അതിനാണ് കീഴ്ക്കോടതി സംവിധാനം ഉണ്ടാക്കിയേക്കുന്നത്. അപ്പോൾ കീഴ്ക്കോടതിയിൽ പോയിട്ട് നമുക്ക് നീതി ലഭ്യമാകുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് സാധാരണഗതിയിൽ ഈ കേസ് സുപ്രീം കോടതിയിലേക്ക് പോകുക. അപ്പോൾ നവീൻ ബാബുവിൻ്റെ കേസ് ഹൈക്കോടതിയിൽ ഇരിക്കുന്ന സമയത്ത് തന്നെ വീണാമണി മാഡം സുപ്രീം കോടതിയെ സമീപിച്ചു എന്ന് പറയുമ്പോൾ സമാനമായ കേസ് ഹൈക്കോടതിയിൽ ഇരിക്കുന്നുണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് നിങ്ങൾ സുപ്രീം കോടതിയിലേക്ക് വന്നത് എന്ന് തീർച്ചയായും സുപ്രീം കോടതി ചോദിക്കും. ഉറപ്പുള്ള കാര്യമാണത്. ഇല്ല, സിംഗിൾ ബെഞ്ചിൽ നിന്ന് പിന്നെ അത് കിട്ടാതെ സമയം ഉണ്ടായ സമയത്ത് മഞ്ജുഷ മേഡം അറിയാതെ മഞ്ജുഷ മേഡത്തിൻ്റെ വക്കീൽ അവരെ ചതിച്ചു. അപ്പോൾ അത് ചതിച്ചപ്പോൾ കുടുംബത്തിൽ തന്നെ അറിയാം, പിന്നെ മധുവിൻ്റെ കേസൊക്കെ പിന്നെ ചതിച്ച ഒരു ശ്രീകുമാർ വക്കീലാണ്. അപ്പോൾ അവരെ തന്നെ ഏൽപ്പിച്ചത്. വീട്ടുകാർ അറിയാതെല്ല, അനിയനെല്ലാം അറിയും എന്നെനിക്ക് ഉത്തമ ബോധ്യമുണ്ട്. അതുകൊണ്ട് ഈ കേസിൻ്റെ മുന്നോട്ടുള്ള വളർച്ചയ്ക്ക് സാറിന് നീതി കിട്ടാൻ അനിയൻ്റെ ഭാഗത്തുനിന്ന് സപ്പോർട്ട് ഉണ്ടാവില്ല. അനിയനെ ഇത് പൂർണ്ണമായിട്ടും പാർട്ടി പിന്തിരിപ്പിക്കുമെന്ന് എനിക്ക് അന്നത്തെ അനുഭവത്തോടുകൂടി പോസ്റ്റ്മോർട്ടം ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വീട്ടിൽ പോയി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതുകൊണ്ട് അനിയൻ ഏതെങ്കിലും സാഹചര്യത്തിൽ അത് പിന്തിരിപ്പിക്കുമെന്ന് പൂർണ്ണ ബോധ്യമുള്ളത് കൊണ്ട് തന്നെ സിംഗിൾ ബെഞ്ചിൽ നിന്ന് പരാജയപ്പെടുന്ന കേസുകൾക്ക് നമുക്ക് നേരിട്ട് സുപ്രീം കോടതി പോകാം. ഏതൊരു വ്യക്തിക്കും ഇന്ത്യയിലെ ഭരണഘടന അനുശാസിക്കുന്ന നമ്മുടെ സഞ്ചാര സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, അഭിപ്രായ സ്വാതന്ത്ര്യം നമുക്ക് ആർക്കും പോകാം. അത് ഇതിൻ്റെ അകത്ത് ഈ ഒരു രഹസ്യ സ്വഭാവമുണ്ട്. ഈ കേസിൽ 2 ഗവൺമെൻറ് ഉദ്യോഗസ്ഥന്മാർ ഇതിൻ്റെ അകത്ത് പെടുന്നുണ്ട്. പിന്നെ പ്രശാന്ത് എന്ന വ്യക്തി താൽക്കാലികമാണോ അവിടെ ജോലി ചെയ്യുന്നത് നമുക്കറിയില്ല. ശരിക്ക് വിവരാവകാശം ചോദിച്ചപ്പോൾ ലഭ്യമല്ല എന്ന് പറഞ്ഞു. അപ്പോൾ പ്രശാന്ത് ഉണ്ടെങ്കിൽ 3 ആളാവും. പിന്നെ ബാക്കി ഇവിടെ വെളിപ്പെടുത്തുന്നില്ല. കാരണം അതിൻ്റെ കേസ് നമ്പർ മാന്യപ്രേക്ഷകർക്ക് വേണമെങ്കിൽ ഞാൻ ഇവിടെ വെളിപ്പെടുത്താം, അത്രയേ ഉള്ളൂ. ഇവിടെ വീണാമണി മാഡം പറയുന്നത് സുപ്രീം കോടതിയിൽ ഇപ്പോൾ നമ്മൾ കീഴ്ക്കോടതിയിൽ നിലവിലിരിക്കുന്ന ഒരു കേസാണെന്നുണ്ടെങ്കിലും അതിന് സാധ്യതയുണ്ട്, നിയമസാധുതയുണ്ട് എന്നുള്ളതാണ് വീണാമണി മാഡം പറയുന്നത്. അപ്പോൾ നമ്മുടെ നിയമപരിജ്ഞാനം, അതായത് പരിമിതമായിട്ടുള്ള ഒരു നിയമപരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മളിങ്ങനെ പറയുന്നതും അത്യാവശ്യം ഈ മേഖലയിൽ ജോലിയെടുക്കുന്ന നിയമജ്ഞരുമായി ചോദിച്ചതിന് ശേഷം ഒരു സംശയ നിവൃത്തി വരുത്തിയതിന് ശേഷം തന്നെയാണ് നമ്മൾ ഇത്തരം അഭിമുഖത്തിനൊക്കെ വരുന്നത്. കാരണം നമ്മളെ കേൾക്കുന്ന, നമ്മളെ കാണുന്ന പ്രേക്ഷകർക്ക് യാതൊരു തരത്തിലും ഒരു ആശങ്ക ഉണ്ടാകാൻ പാടില്ല, അല്ലെങ്കിൽ അതിന് പറയുന്ന കാര്യങ്ങൾക്കൊരു വ്യക്തത അവർക്ക് കിട്ടണം എന്ന് കണക്കാക്കി തന്നെയാണ് നമ്മൾ ഓരോ വാർത്തയും ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ സുപ്രീം കോടതിയിലേക്ക് സാധാരണ കേസുകൾ പോകാൻ ഇടയുള്ള സാഹചര്യം എന്താണെന്ന് ചോദിച്ച് നിയമജ്ഞരുമായി മനസ്സിലാക്കിയതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് നമ്മൾ ഇന്നലെയും അഭിമുഖം എടുത്തത്. ഇന്നും ഈ അഭിമുഖത്തിന് വീണാമണി മാഡം വന്നപ്പോഴും നമ്മൾ അങ്ങനെ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ വീണാമണി മാഡം പറയുന്നു അവർ സുപ്രീം കോടതിയിൽ നേരത്തെ പല കേസുകളായി ബന്ധപ്പെട്ട് പോയിട്ടുണ്ട്. നവീൻ ബാബുവിൻ്റെ വിഷയം ഇപ്പോൾ ഹൈക്കോടതിയിൽ വിധി പറയാൻ വേണ്ടി മാറ്റിവെച്ചിരിക്കുന്ന ഒരു വിഷയം, അത് കേസിൽ CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്നുള്ളൊരു കാര്യമാണ് വിധി പറയാൻ മാറ്റിവെച്ചിരിക്കുന്നത്. അപ്പോഴും കേസിൻ്റെ മെറിറ്റ് ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല എന്നുള്ളത് വേറൊരു വിഷയം തന്നെയാണ്. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇപ്പോൾ ഇത് ഹൈക്കോടതി
ഇനിയിപ്പോൾ ക്രൈംബ്രാഞ്ച് അന്വേഷണം നേരത്തെ ശ്രീകുമാർ എന്നൊരു വക്കീൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അത് മഞ്ജുഷ മാഡത്തിൻ്റെ താല്പര്യമായിരുന്നില്ല, അവരുടെ പ്രയർ അതായിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും രാമൻപിള്ള അഭിഭാഷകനെ വെച്ചുകൊണ്ട് CBI അന്വേഷണം ആവശ്യപ്പെട്ടിരിക്കുന്നത്. അങ്ങനെയാണ് എന്നുണ്ടെങ്കിൽ CBI അന്വേഷണം വേണമോ വേണ്ടയോ എന്നുള്ളത് ഹൈക്കോടതി തീരുമാനിക്കും. ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ച് തീരുമാനിക്കും. ആ തീരുമാനം മഞ്ജുഷ മാഡത്തിനും കുടുംബത്തിനും എതിരാണ്, അനുകൂലമല്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും അവർക്ക് സുപ്രീം കോടതിയിൽ പോകാനും സാധിക്കും. ഈ ഒരു കാര്യമാണ് ഇന്നലെ നമ്മൾ ചർച്ച ചെയ്തത്. അതിനു മുമ്പായിക്കൊണ്ട് ഈ സമാന വിഷയത്തിൽ നവീൻ ബാബുവിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം വേണം എന്നുള്ളൊരു വിഷയത്തിൽ സുപ്രീം കോടതിയിൽ വീണാമണി മാഡം പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സാധുത എന്താണ്, അങ്ങനെ സാധിക്കുമോ എന്നുള്ളത് മാത്രമാണ് ഇന്നലെ നമ്മൾ ചോദിച്ചത്. അല്ലാതെ വീണാമണി മാഡത്തിന് അങ്ങനെ പോകാനുള്ള അർഹതയില്ല എന്ന് നമ്മളെവിടെയും പറഞ്ഞിട്ടില്ല. അതിന് സാധിക്കുകയാണെങ്കിൽ അതിൻ്റെ നിയമവ്യവഹാരങ്ങൾ എങ്ങനെയാണ് എന്നുള്ളത് മാത്രം ഒരു സംശയം പ്രകടിപ്പിച്ചതാണ്. കാരണം സാധാരണഗതിയിൽ കീഴ്ക്കോടതിയിലുള്ള നിയമവ്യവഹാരങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമാണ്, അല്ലെങ്കിൽ അവിടെ നീതി കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ സുപ്രീം കോടതിയെ സമീപിക്കുക. അതിപ്പോൾ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി നിലനിൽക്കുന്നത് ഡൽഹിയിലാണ്. നമ്മൾ ഡൽഹി നിവാസിയാണെങ്കിൽ പോലും അവിടെയാണ്, ആ ജൂറിസ്ഡിക്ഷനിലാണ് കേസ് നടന്നതെങ്കിൽ പോലും ഒരിക്കലും നമുക്ക് സുപ്രീം കോടതിയെ നേരിട്ട് സമീപിക്കാൻ സാധിക്കില്ല എന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. അങ്ങനെ സാധിക്കണമെന്നുണ്ടെങ്കിൽ അത് രാജ്യത്തെ സുരക്ഷയെ ബാധിക്കുന്ന കേസാണെങ്കിൽ നേരിട്ട് സുപ്രീം കോടതിയെ സമീപിക്കാൻ പറ്റും എന്ന് നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ കേരളത്തിൻ്റെ ജൂറിസ്ഡിക്ഷനിൽ നടന്ന, അതായത് കണ്ണൂർ ജൂറിസ്ഡിക്ഷനിൽ നടന്ന ഒരു കേസ് ബഹുമാനപ്പെട്ട കേരളത്തിൻ്റെ ഹൈക്കോടതിയിൽ വന്നിട്ട് അവിടെ നിന്ന് നീതി ലഭിക്കണമെങ്കിൽ മാത്രമാണ് നമുക്ക് സുപ്രീം കോടതിയെ സമീപിക്കാൻ സാധ്യതയുള്ളൂ എന്ന നിയമപരിജ്ഞാനത്തിൻ്റെ, അല്ലെങ്കിൽ പരിമിതമായ നിയമപരിജ്ഞാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ പല നിയമവൃത്തങ്ങളുമായി ബന്ധപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിൽ കിട്ടിയ വിവരത്തിലാണ് നമ്മൾ വീണാമണിയുമായിട്ട് അങ്ങനെ ഒരു അഭിമുഖം വന്നതും എങ്ങനെയാണ് അതിന് സാധുത എന്നാണ് ചോദിച്ചത്. അല്ലാതെ വീണാമണി മാഡത്തെ നിരുത്സാഹപ്പെടുത്തുകയോ വീണാമണി മാഡത്തിന് സുപ്രീം കോടതിയിൽ ഈ കേസുമായി പോകാൻ സാധിക്കില്ല എന്നൊന്നും ഒരു കാരണവശാലും ക്രൈം ഓൺലൈൻ പറഞ്ഞിട്ടില്ല. ഈ ക്രൈം ഓൺലൈനിൽ ഇന്നലെ വീണാമണി മാഡത്തിൻ്റെ അഭിമുഖം എടുത്ത അവതാരകനായ ഞാനും അത്തരത്തിലൊരു വാദം ഉയർത്തിയിട്ടില്ല. ബഹുമാനപ്പെട്ട പ്രേക്ഷകർക്ക് അതിൽ ഏതെങ്കിലും തരത്തിൽ സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ നിർവ്യാജം ഖേദം പ്രകടിപ്പിക്കുന്നു. വീണാമണി മാഡത്തിന് ഒരു കാരണവശാലും നമ്മൾ നിരുത്സാഹപ്പെടുത്തിയിട്ടില്ല. അവർ നടത്തിയ ഈ വിഷയത്തിലുള്ള പോരാട്ടം വലുത് തന്നെയാണ്. അവർ വെളിപ്പെടുത്തിയ ആ വെളിപ്പെടുത്തൽ തന്നെയാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ മുമ്പിലും ഇരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇത് കൊലപാതകമാണ് എന്ന് സംശയിക്കുന്ന തരത്തിലേക്കുള്ള കാര്യങ്ങൾ അവർ രേഖപ്പെടുത്തി, അല്ലെങ്കിൽ അവർ ഉന്നയിച്ച കാര്യങ്ങൾ വളരെ വലുത് തന്നെയാണ്. ഒരിക്കലും തലയോട്ടി തുറന്ന് നവീൻ ബാബുവിൻ്റെ മൃതദേഹം പോസ്റ്റ്മോർട്ടം ചെയ്തിട്ടില്ല. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ അത്തരം കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടില്ല. ഇനിയിപ്പോൾ തലയോട്ടി തുറന്ന് പോസ്റ്റ്മോർട്ടം ചെയ്ത ഒരു മൃതശരീരത്തിൽ കാണുന്ന അടയാളങ്ങളോ കെട്ടുകളോ ഒന്നും തന്നെ ഉണ്ടായില്ല. കഴുത്തിന് മുകളിലേക്ക് നവീൻ ബാബുവിൻ്റെ മൃതദേഹത്തിൽ ഓപ്പൺ ചെയ്ത് പരിശോധന, അതായത് അവിടെ പോസ്റ്റ്മോർട്ടം നടത്തിയതായിട്ട് കാണാൻ സാധിച്ചിട്ടില്ല. ബാൻഡേജുകളില്ല, താടിക്ക് കുറുകിയ ഒരു കെട്ട് അവിടെ ഉണ്ടായിരുന്നിട്ടില്ല. നവീൻ ബാബുവിൻ്റെ മൃതദേഹം ഇൻക്വസ്റ്റ് ചെയ്ത് സമയത്ത് അടിവസ്ത്രത്തിൽ ബ്ലഡ് കണ്ടു എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായും ഇത് കൊലപാതകം തന്നെയാണോ എന്നുള്ള ഒരു സംശയത്തിലേക്ക് ആക്കം കൂട്ടുന്ന കാര്യങ്ങൾ, നിരവധി തെളിവുകളാണ്. ഇത്തരം തെളിവുകൾ തന്നെയാണ് വീണാമണി മാഡം നവീൻ ബാബുവിൻ്റെ മരണം നടന്നതിൻ്റെ പിറ്റേ ദിവസം മലയാലപ്പുഴയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തി അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ കൂടിയായ സഹോദരനോട് വെളിപ്പെടുത്തിയത്. ആ വെളിപ്പെടുത്തലുകൾ തന്നെയാണ് ഇന്നിപ്പോൾ ഹൈക്കോടതിയുടെ മുമ്പിലുള്ളത്. ഒരു കാരണവശാലും വീണാമണി മാഡത്തിൻ്റെ ഈ നിയമ പോരാട്ടങ്ങളെ ഞങ്ങൾ നിരുത്സാഹപ്പെടുത്തുന്നില്ല, ചെറുതായി കാണുന്നില്ല. വലിയൊരു മുന്നേറ്റം തന്നെയാണ് നടത്തിയിരിക്കുന്നത്. അതിന് വീണ്ടും ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ ഭാഗത്തു നിന്നോ ഒരു നീതി ഉണ്ടാവണം. നവീൻ ബാബുവിൻ്റെ മരണത്തിൻ്റെ ദുരൂഹതകൾ അന്വേഷിക്കുന്നതിന് CBI വരണം. ഈ വീണാമണി മാഡത്തിൻ്റെ നിയമ പോരാട്ടത്തിന് എല്ലാവിധ പിന്തുണയും. ഓക്കെ സർ, ഓക്കെ.